എല്ലാ കാലത്തും നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം സൃഷ്ടിച്ചവരാണ്. പാർട്ടി പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചവരാണ്. മാധ്യമങ്ങളോട് ഞങ്ങളുടെ ബന്ധം എല്ലാ കാലത്തും സൗഹാർദ്ദപരമായിരുന്നു. നാളെയും അങ്ങനെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളെല്ലാം ഉള്ളപ്പോഴും മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള പിന്തുണയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദിയോടെ സ്മരിക്കുന്നു. ആലപ്പുഴ സമ്മേളനം എല്ലാ പ്രകാരത്തിലും വിജയകരമായി സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിലെ ഈ സ്റ്റേറ്റ് സമ്മേളനം ഐക്യത്തിൻ്റെ സമ്മേളനമായി പ്രഖ്യാപിക്കപ്പെടും. ഈ സമ്മേളനം പാർട്ടിയിൽ അടിമുടിയുള്ള ഒരു വിശ്വാസമുണ്ട്, ആത്മവിശ്വാസം. അതിൻ്റെ പ്രഖ്യാപനമാണ് ആലപ്പുഴ സമ്മേളനം. ഈ സമ്മേളനം വരുംകാല പോരാട്ടങ്ങളിൽ ദൂരോടെ വരുത്തുവാനും വിജയം നേടുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ 100% സജ്ജമാക്കുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യം മുതലേ പറയണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ മാൻഡേറ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായി ഞാൻ തുടർന്നും പ്രവർത്തിക്കണമെന്നാണ്. ഈ മാൻഡേറ്റിനെ അച്ചടക്കമുള്ള ലക്ഷ്യബോധമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ പോലെ ഞാൻ ശിരസായി ഏറ്റെടുക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കറിയാം ഈ ദിനങ്ങളിലെ രാഷ്ട്രീയ കർത്തവ്യങ്ങൾ എത്രമാത്രം ഭാരമേറിയതാണ്. ഇത് തീക്ഷ്ണമായ സമരങ്ങളുടെ കാലമാണ്. ഈ സമരങ്ങൾ എല്ലാം തന്നെ നാടിൻ്റെയും ജനങ്ങളുടെയും ഉത്തമ താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട സമരമാണെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. വർഗീയ ഫാസിസം ഇന്ത്യയിലാകെ ഇരുട്ട് പടർത്തുമ്പോൾ ആ ഇരുട്ടിനെ കയറി മുറിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും കൊടുക്കുവാനുള്ള മഹാസമരമാണ്. ഈ സമരം ഇന്ത്യയുടെ മനസാക്ഷിയുടെയും യാത്രയുടെയും എല്ലാത്തിൻ്റെയും കാതലായ മതനിരപേക്ഷതയെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം ജനാധിപത്യവും പൗരാവകാശവും രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടം നമ്മുടെ നാടിൻ്റെ ലക്ഷ്യമായ സുസ്ഥിരത്തിന് വേണ്ടിയുള്ള മഹത്തായ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളെയെല്ലാം അണിചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിക്കറിയാം ഇടതുപക്ഷ ഐക്യത്തിന് പ്രാധാന്യത്തെ വലുതാണ്. ഇടതുപക്ഷ ഐക്യവും അതിൻ്റെ ഭാഗമായ ഇടതുപക്ഷ ജനാധിപത്യ ഐക്യവും എത്രയും വലുതാണെന്ന് എന്നും മുഖത്തോടെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ തിരിച്ചറിവോടെ ഈ സമ്മേളനത്തിൻ്റെ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ LDFനെ ശക്തിപ്പെടുത്തുന്ന കൂടിയാണ്. LDFനെ ശക്തിപ്പെടുത്താനായി അതിൻ്റെ ഇടതുപക്ഷ ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്താനായി അതിൻ്റെ സമരദൗത്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് പങ്ക് തെളിയിച്ചു. വരും കാലങ്ങളിലെ ഗൗരവമേറിയ പോരാട്ടങ്ങൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും നിലകൊണ്ടു. നാളെയും പാർട്ടി ആ പാതയിൽ അചഞ്ചലമായി മുന്നോട്ട് പോകാൻ ഈ സമ്മേളനം ആഹ്വാനം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി വരും ദിനങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തികഞ്ഞ ബോധ്യമുണ്ട്, ഈ പോരാട്ടത്തിൽ ഒരു പടനായകനും ഒറ്റയ്ക്ക് ജയിക്കില്ല. ജയിക്കുന്നത് സൈന്യമായിരിക്കും. ആ സൈന്യമാണ് ഈ കേരളത്തിലെ ലക്ഷക്കണക്കായ കമ്മ്യൂണിസ്റ്റുകാർ. അവരുടെ കൂടെ ആ പടക്കളങ്ങളിൽ ഒരു പോരാളിയായി നിൽക്കുവാനുള്ള ദൗത്യം എന്നെ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ ഞാൻ ആ ദൗത്യം പൂർണ്ണ മനസ്സോടെ ഏറ്റെടുക്കുന്നു. മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിൽ നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹകരണവും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞാൻ കാത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കട്ടെ. സഹാക്കളെ മുന്നോട്ട്